കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പരീക്ഷണ ഉപകരണത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, എല്ലാ വസ്തുക്കളും ചൂട് തട്ടുമ്പോൾ വികസിക്കുന്നെന്ന്. താപീയ വികാസം, ഹീറ്റ് എക്സ്പാൻഷൻ. ഇവിടെ ഞാൻ ഇന്ന് ഖരവസ്തുക്കളിലെ താപീയ വികാസമാണ് ഈ ഉപകരണം വെച്ച് കാണിക്കുന്നത്. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമുക്ക് മറ്റൊരു ദിവസം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്താം. ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം പറയാം. ഇവിടെ ഒരു LED ഉണ്ട്. ഈ LEDയുടെ ഒരറ്റത്തെ ഈ ചെമ്പ് കമ്പിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. മറ്റേ അറ്റത്തെ ഇവിടെ ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയിൽ നിന്നും ഒരു വയറ് ഇവിടെ ഈ ചെമ്പ് കമ്പിയുടെ താഴെ ഒരു ചെറിയ തകിടുണ്ട്. ആ തകിടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോഴ് ഈ ചെമ്പ് കമ്പി ഈ തകിടിൽ തൊടുന്നില്ല. തൊടുകയാണെങ്കിൽ നമുക്കിവിടെ ബൾബ് പ്രകാശിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ സർക്യൂട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇതിലൂടെ ഇപ്പം വൈദ്യുത പ്രവാഹം ഇല്ല. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഈ ചെമ്പ് കമ്പിയെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചെമ്പ് കമ്പിയെ ചൂടാക്കി നോക്കാം. ഈ ചെമ്പ് കമ്പിയെ ചൂടാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബൾബ് പ്രകാശിക്കുന്നത്. ഇനി നമ്മൾ ചൂടാക്കുന്നത് നിർത്തിയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കാം ഇവിടെ ഈ ബൾബ് അണയുന്നത്. ഇപ്പോൾ ഈ ബൾബ് അണഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചെമ്പ് കമ്പിയെയാണ് ചൂടാക്കുന്നത്. അപ്പോൾ ചെമ്പ് കമ്പി ചൂടാക്കുമ്പോൾ ചെമ്പ് കമ്പി വികസിക്കുകയും ഇവിടെ ഈ തകിടിൽ തൊടുകയും സർക്യൂട്ട് പൂർത്തിയാകുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ ചെമ്പ് കമ്പി ചൂടാകുമ്പോൾ വികസിക്കുന്നു. അതായത് താപീയ വികാസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കമ്പിയാണ് ഇവിടെ വികസിക്കുന്നത്. അപ്പോൾ താപീയ വികാസം ഖരവസ്തുക്കളത് വളരെ എളുപ്പത്തിൽ നോക്കിക്കാണാൻ നമുക്ക് ഈ ഒരു ഉപകരണം കൊണ്ട് സാധിക്കും. എല്ലാവർക്കും ഈ പരീക്ഷണവും ഈ ഉപകരണവും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.